ഇക്കാര്യത്തിൽ വിവാദം ഇപ്പോൾ വലച്ചിരിക്കുന്നത് ഡി സി ബുക്സിനെ തന്നെയാണ്. ഞാൻ ഇന്നലെയും ഡി സിക്ക് ഇതിനകത്തൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഡി സിയുടെ ഒരു ക്രെഡിബിലിറ്റി തന്നെ 50 വർഷത്തെ വിശ്വാസ്യത എന്നൊക്കെ പറയുന്നത് തകരാനായിട്ടൊന്നും അധികം സമയം വേണ്ട. ഇവിടെ ഇന്ന് രവി ഡി സി നടത്തിയ പ്രതികരണം ഹ്രസ്വമായ പ്രതികരണമാണ്. അദ്ദേഹം നന്നായി സംസാരിക്കാനൊക്കെ അറിയുന്ന ആൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഫെസിലിറ്റേറ്റർ മാത്രമാണ്, എല്ലാം പറഞ്ഞു, കൂടുതലൊന്നുമില്ല, പൊതുരംഗത്ത് നിൽക്കുന്നവരെ ബഹുമാനിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഇ പിയുടെ വാദങ്ങൾ തള്ളി പറയാൻ രവി ഡി സി തയ്യാറായിട്ടില്ല. ഇ പി ജയരാജൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി നിൽക്കുകയാണ്. ഞാൻ അറിയാതെയാണ്, ഞാൻ ഡി സി ബുക്സിന് എൻ്റെ പുസ്തകം കൊടുത്തിട്ടില്ല, ഈ പുസ്തകം ഞാൻ എഴുതി പൂർത്തിയാക്കിയിട്ടില്ല, ഈ തലക്കെട്ട് ഞാൻ ഇട്ടതല്ല. ഇതൊക്കെയാണ് ഡി ജി പിക്ക് കൊടുത്ത പരാതിയിലും ഇ പി ജയരാജൻ എഴുതി വച്ചിരിക്കുന്നത്. വക്കീൽ നോട്ടീസ് അയച്ചു ഡി സി ബുക്സിനെതിരെ. ഡി സി ബുക്സ് ഈ ഭാഗങ്ങൾ പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. ആ മാപ്പ് ഇതുവരെയും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇ പിക്ക് ആ മാപ്പ് കിട്ടിയെങ്കിൽ ഇ പി അത് നാളെ വാർത്താസമ്മേളനം നടത്തി പറയുകയും ചെയ്യും. ഇന്ന് ഇതുവരെ എന്തായാലും അങ്ങനെ ഒരു പ്രതികരണം ഇ പി ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇവിടെ മാധ്യമങ്ങളിൽ വന്ന PDF ആയി വന്ന ആ ഒരു ഡോക്യുമെൻ്റ്, ആ ഡോക്യുമെൻ്റ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെ പുറത്തിറക്കിയതാണ്. അല്ലെങ്കിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്കെതിരെ ഒരു പരാമർശം കിടക്കട്ടെ എന്ന് കരുതി തന്നെ പുറത്തുവിട്ടതാകാനുള്ള എല്ലാ സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് ഈ ഉള്ളടക്കം ഇ പി എഴുതിയതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചോർന്നത് എവിടെ നിന്നാണ്? ഇ പി പറഞ്ഞ കാര്യങ്ങൾ ഒപ്പം പൂർത്തിയാക്കാതെ നിൽക്കുന്നു എന്ന് ഇ പി അവകാശപ്പെടുമ്പോഴും ഇത് ഇ പി അധികം വൈകാതെ തന്നെ പുറത്തിറക്കാനായി വെച്ചിരുന്ന ഒരു ആത്മകഥയാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അധികമൊന്നും ഇനി പൂർത്തിയാക്കാനില്ല, ഏറെക്കുറെ എല്ലാം എഴുതി പൂർത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ആത്മകഥ, അതിലെ ഭാഗങ്ങൾ, അത് കൃത്യമായി എങ്ങനെയാണ് പുറത്തേക്ക് പോയത് എന്ന ചോദ്യത്തിന് ഉത്തരം ചെന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഡി സി ബുക്സിൽ തന്നെയാണ്. മറ്റൊരു സ്ഥലം നമ്മുടെ മുന്നിലേക്ക് വരുന്നുമില്ല. ഇവിടെ ഈ ഗൂഢാലോചന പരാതി ഇ പി നൽകിയിട്ടുണ്ടല്ലോ, അതിൽ ഡി സി ബുക്സിൻ്റെ പേരില്ല. അവിടെയാണ് ഈ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നത്. ഡി സി ബുക്സിൻ്റെ പേരില്ല, വ്യാജമായി ഈ PDF ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ വ്യാജമായി തൻ്റെ ആത്മകഥ ക്രിയേറ്റ് ചെയ്തു, ആത്മകഥയ്ക്ക് താൻ ഇടാത്ത ഒരു പേരിട്ടു, താൻ ഒരിക്കലും ഇടാൻ സാധ്യതയില്ലാത്തൊരു പേരിട്ടത് പുറത്തിറക്കുന്നു എന്ന് പറയുമ്പോൾ ആ പുറത്തിറക്കിയിരിക്കുന്ന ഡി സി ബുക്സ് ആണ്. പബ്ലിക് ഡൊമൈനിൽ തന്നെ അവർ ആ കവർ പേജ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഉടൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് അവരിട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ മുന്നിൽ ഒരു വസ്തുതയായി നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ ഗൂഢാലോചന ഡി സി ബുക്സുമായി ചേർന്ന് ആരാണ് നടത്തിയത്? അപ്പോൾ ഈ ആത്മകഥ എഴുതുന്നതിന് പാർട്ടിയോട് അനുമതി വാങ്ങിയില്ല, അല്ലെങ്കിൽ അതങ്ങനെ വാങ്ങേണ്ട കാര്യമില്ല എന്നുള്ളത് ഇ പി തന്നെ ഇന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ആർക്കും കരാർ കൊടുത്തിട്ടില്ലെന്നും പറയുന്നതും ഇതേ ഇ പി തന്നെയാണ്. ഇക്കാര്യത്തിൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത് ഈ ഭാഷാശുദ്ധി നോക്കുന്നതിനായി അദ്ദേഹം ഏൽപ്പിച്ചയാൾ അത് ഇ പിയെ ചതിച്ചോ എന്നുള്ളതാണ്. അദ്ദേഹമാണോ ഡി സിയുമായി ഇനി കരാർ ഉണ്ടാക്കിയത്? അദ്ദേഹമാണോ ഡി സിയുമായി ഈ കത്തിടപാടുകളൊക്കെ നടത്തിയത്? അതാണ് ഇനി പുറത്തു വരേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇ പി ജയരാജൻ വിശ്വസിച്ച് ഏൽപ്പിച്ച ദേശാഭിമാനിയുടെ കണ്ണൂർ ബ്യൂറോ ചീഫ് M രഘുനാഥാണ് ഇതിന്റെ ഭാഷാശുദ്ധി വരുത്തിയത് എന്നുള്ളത് ഇ പി തന്നെ പറയുന്ന കാര്യമാണ്. അദ്ദേഹമല്ലേ കണ്ണൂർ ബ്യൂറോ ചീഫിന്റെ പേര്? M രഘുനാഥ്. അപ്പോൾ M രഘുനാഥിന്റെ ഒരു പ്രതികരണം ഞാൻ ഇതുവരെ കണ്ടില്ല. അദ്ദേഹം പുറത്ത് അങ്ങനെയൊന്നും പ്രതികരിച്ച് കണ്ടിട്ടുമില്ല. പ്രതികരിക്കേണ്ടതില്ല, കാരണം അദ്ദേഹം ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് വേറെ അർത്ഥത്തിൽ. ശരി. അപ്പോൾ എല്ലാവരും ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. ഇത് എഴുതിയതും ഇത് ആരുടെ കഥയാണോ ആ വ്യക്തി പറയുന്നു ഞാൻ ഇത് കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ ഈ ഫെസിലിറ്റേറ്റർമാർ രണ്ടുപേരും ഇങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കാര്യം ശരിയാകില്ല. അപ്പോൾ ഈ ഫെസിലിറ്റേറ്റർ എന്ന് നമുക്ക് അദ്ദേഹത്തെ വിളിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ദേശാഭിമാനിയുടെ കണ്ണൂർ ബ്യൂറോ ചീഫ് M രഘുനാഥ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ ഞാൻ കൊടുത്ത ആൾ, ഞാൻ ഈ ഭാഷാശുദ്ധി വരുത്താൻ കൊടുത്തയാൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചോർന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നുകൂടി ഇ പി ഇന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വ്യക്തത വരണം. അത് പറയേണ്ടത് ഈ M രഘുനാഥ് എന്ന ദേശാഭിമാനിയുടെ കണ്ണൂർ ബ്യൂറോ ചീഫാണ്. അദ്ദേഹവും പാർട്ടിയുടെ സമിതികളിലൊക്കെ ഉള്ള ആളായതുകൊണ്ട് പാർട്ടിക്ക് ആ വിശദീകരണം കൊടുക്കാവുന്നതേ ഉള്ളൂ. അക്കാര്യത്തിലേക്ക് കടക്കുമോ എന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇ പി പറയുന്നതിന് അപ്പുറത്തേക്കൊന്നും പാർട്ടി ഇത് ചർച്ചയ്ക്കെടുക്കാനുള്ള സാധ്യത കാണുന്നില്ല. അതിൻ്റെ ഒരു സൂചന MV ഗോവിന്ദൻ നൽകുന്നുണ്ട്. ഇ പിയോട് എന്തിന് വിശദീകരണം ചോദിക്കണം? അതാണ് പാർട്ടി സെക്രട്ടറിയുടെ ചോദ്യം. എന്തിന് വിശദീകരണം എന്നുള്ളത് എൻ്റേതല്ലാത്തൊരു പുസ്തകം പുറത്തു വന്നു, പക്ഷേ അതിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഇൻസൈഡ് ഡീറ്റെയിൽസ് ഉള്ള ഭാഗങ്ങൾ പുറത്തു വരുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പലതവണ ഇ പി ജയരാജൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയായിരിക്കുമ്പോൾ മുതൽ അങ്ങോട്ട് അദ്ദേഹം തയ്യാറാക്കി തുടങ്ങിയ ഭാഗങ്ങളെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫൊക്കെ ആദ്യഘട്ടങ്ങളിലൊക്കെ സഹായിച്ചിട്ടുണ്ടാവണം. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു കംപ്ലീഷൻ സ്റ്റേജിലേക്ക് അടുക്കുന്ന വേളയിൽ ഇത് പുറത്തു വന്നത് അദ്ദേഹത്തിനൊരു പണി കൊടുത്തതാണോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇ പി ജയരാജന് എന്താണ് സംഭവിച്ചത്? ഇ പി ജയരാജൻ ഇപ്പോൾ പുറത്തു വരരുതെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം അത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രയോജനപ്പെടുന്ന രീതിയിൽ, സരിനെ എതിരെ പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ കൊണ്ടുവച്ചു കൊടുത്തത് ആരാണ്? അതിന് പിന്നിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നതുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പിന്നെ ഈ അവതാരികയിൽ അദ്ദേഹം ആർക്കെങ്കിലും വേദനിച്ചാൽ മനഃപൂർവ്വമല്ല, ഈ പുസ്തകം ആരെങ്കിലുമൊക്കെ വേദനിപ്പിക്കുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെയൊരു വാചകം എഴുതിയത്. ഇതിൽ ഡി സിയുമായി യാതൊരു കരാറുമില്ല എന്ന് അദ്ദേഹം ആ
ആവർത്തിച്ച് പറയുമ്പോൾ അത് വിശ്വസിക്കാം എന്നാണ് ഞാനും കരുതുന്നത്. ഇനി അല്ലാത്ത പക്ഷം രവി DC ആ ഡോക്യുമെന്റ്സ് പുറത്തുവിടണം. എന്താണ് കരാർ, ആരാണ് സംസാരിച്ചത്, ഉടൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു പരസ്യം ഇടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കരാറില്ലാതെ എന്തെങ്കിലും ഒരു ഉപാധിയില്ലാതെ ചെയ്യാൻ കഴിയുമോ? EP ജയരാജൻ പറയാതെ ഇതുപോലെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെയൊക്കെ ഒരു പുസ്തകം സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്തൊക്കെ DC പ്രസിദ്ധീകരിക്കുമോ? എന്നിട്ടും DC മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതോ ഒരു കാര്യം കൂടി, അതോ ഈ രവി DC ആരെങ്കിലും വിലക്കെടുത്തോ ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട്? DC-യുടെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ രവി DC-യുടെ ഒപ്പം നിൽക്കുന്ന മറ്റൊരു ചങ്ങാതിയുണ്ട്. അദ്ദേഹമാണ് ഇത് കോപ്പി കൊടുത്തത് എന്നതാണ് പരക്കെ സംസാരം. നമുക്കറിയാം അദ്ദേഹത്തെ. പക്ഷേ നമുക്കറിയില്ല അതിന് രാഷ്ട്രീയ താല്പര്യമുണ്ടോ നമുക്കറിയില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു വാണിജ്യ താല്പര്യം. പറഞ്ഞ പോലെ കുറച്ച് പേജുകൾ മാത്രമാണ് പുറത്തോടെ ഉദ്ദേശിച്ചെങ്കിൽ അതിൽ കച്ചവടമുണ്ട്. ഉദ്ദേശിക്കാത്ത പേജുകളും പുറത്തേക്ക് വന്നു. അപ്പോൾ മൊത്തത്തിൽ വന്നു. റൈറ്റ് ടൈമിൽ ഇത് നിങ്ങൾ നോക്കൂ, മീശയുടെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പം ഇത് സാധാരണ DC ബുക്സ് പോലെയുള്ള പബ്ലിക്കേഷൻ ഹൗസുകൾ ഉപയോഗിക്കുന്ന ഒരുതരം വാണിജ്യ താല്പര്യമാണ്. പക്ഷേ ഇതിപ്പോ വെയിലുള്ളപ്പോഴേക്കും കച്ചി ഉണക്കാനിടണമെന്നൊക്കെയുള്ള പഴഞ്ചൊല്ല് കേട്ടിപ്പോ കച്ചി മൊത്തം വൈക്കോൽപ്പുര മൊത്തം തീ കൊടുത്തു. അത് തന്നെ, വെയിലുള്ളിടത്ത് കച്ചി ഉണക്ക മാത്രമല്ല തീയും കൊടുത്തു. വൈക്കോൽപ്പുര കത്തി നിൽക്കുക, അത് പെട്രോളും കൂടെ ഒഴിച്ചു. ഇപ്പൊ മൊത്തം കത്തിപ്പോകുന്ന അവസ്ഥയിലായി. ഇനി അത് തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആത്മഹത്യ വരുന്നുണ്ട്. ഇല്ല, അതാണ് ഇത് അടുത്ത തമാശ. ഈ EP ജയരാജനെ Meet the editors.